ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കപ്പയ്ക്കയെക്കുറിച്ചാണ്. വളരെ ഗുണനിലവാരമുള്ളതും നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ സാധാരണയായി കാണപ്പെടുന്നതുമായൊരു ഫ്രൂട്ടാണ് പപ്പായ. ഇതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പപ്പായയുടെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പപ്പായ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. നമ്മൾ തന്നെ മുന്നൊരു വീഡിയോയിൽ നമ്മൾ പപ്പായയുടെ ഒരു പോഷക മൂല്യത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പപ്പായ ഉപയോഗിച്ച് എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പപ്പായ ഒരു പവർ ഹൗസ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് തന്നെ പറയാം. ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ന്യൂട്രിയൻസ്, ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ. പക്ഷേ ചില ആളുകൾക്ക് ഈ പപ്പായ കഴിക്കുന്നത് കൊണ്ട് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ ആളുകളാണ് ഈ പപ്പായ കഴിച്ചുകൂടാത്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് പ്രഗ്നൻറ്റ് വുമൺ എന്ന് പറയുന്നത്. ഗർഭിണികൾ പപ്പായ കഴിക്കരുതെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ പപ്പായ കഴിക്കുമ്പോൾ പപ്പായയിലൊരു പാപ്പെയിൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻസൈം പച്ച പപ്പായ അല്ലെങ്കിൽ പകുതി പഴുത്ത സെമി റൈപ്പായിട്ടുള്ള പപ്പായയിലായിരിക്കും അധികവും കാണുന്നത്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഇത് കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു എൻസൈം ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് പെട്ടെന്ന് യൂട്രൈൻ കോൺട്രാക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏർലി മന്തിലൊക്കെ ആണെങ്കിൽ അബോർഷന് വരെ സാധ്യതയുണ്ട്. അപ്പോൾ പച്ച പപ്പായ അല്ലെങ്കിൽ പകുതി പഴുത്ത പപ്പായ യാതൊരു കാരണവശാലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കഴിക്കാൻ പാടില്ല. ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാരാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവരാകുമ്പോൾ പപ്പായയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പക്ഷേ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണുകൾ ഫോം ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. സ്റ്റോണിൻ്റെ ഫോർമേഷൻ ഇത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ കിഡ്നി സ്റ്റോണിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ പപ്പായ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതർവൈസ് ഇത് കിഡ്നിക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഫ്രൂട്ടാണ്. കിഡ്നിയുടെ ഫങ്ഷനിങ്ങിനൊക്കെ വളരെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. പക്ഷേ സ്റ്റോൺ ഉള്ളവർ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ പാപ്പെയിൻ എൻസൈം ചില ആൾക്കാരിൽ ഒരു അലർജനായിട്ട് വർക്ക് ചെയ്യും. അതായത് അവർക്ക് പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ ഒരു അലർജി ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിലും പപ്പായ കഴിക്കുന്നത് സൂക്ഷിച്ച് കഴിക്കണം. അലർജിക്കുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് പപ്പായ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ശ്വാസം മുട്ട്, ആസ്മ പോലുള്ള കണ്ടീഷൻസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് അത് GITയിലെ പ്രോബ്ലംസ്, നമ്മുടെ ആമാശയത്തിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ആമാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനായിരിക്കും സാധ്യതയുള്ളത്. അലർജിയുടെ ഫലമായിട്ട് ചിലർക്ക് വയറിളക്കമോ അല്ലെങ്കിൽ വയറിന് വേദന അങ്ങനത്തെ ഉള്ള ലക്ഷണങ്ങളുണ്ടാകാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, പ്രമേഹമുള്ള ആൾക്കാരും പപ്പായ കഴിക്കരുത്. കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് നാച്ചുറൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഹൈ കോൺസെൻട്രേഷനും നാച്ചുറൽ ഷുഗറാണ് പപ്പായയിലുള്ളത്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇൻ കേസ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രമേഹ രോഗികൾ പപ്പായ കഴിക്കുക. അവർ കഴിക്കുന്നത് പരമാവധി ലിമിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും കാർഡിയാക് ഇഷ്യൂസ് അങ്ങനെയുള്ളവരാണെങ്കിലും അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം പപ്പായ കഴിക്കുക. പപ്പായ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഒന്നും കൂടി പറയാം, കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതുപോലെ ആമാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അലർജീസ് ഉള്ളവർ, വീസിങ്ങോ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുള്ളവർ, പിന്നീട് ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം അങ്ങനത്തെ അസുഖങ്ങളുള്ളവർ പപ്പായയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതുപോലത്തെ ഹെൽത്ത് ടിപ്പുകൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.